ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം അല്പസമയം ചിന്തിക്കാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. 7-ാമത്തെ വാക്യം മുതൽ, നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ഇവിടെ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, ഇങ്ങനെയുള്ള കൽപ്പനകൾ കൊടുത്ത്, അധികാരങ്ങൾ കൊടുത്ത് ദൈവം തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് നിങ്ങൾ പ്രതിഫലമായിട്ട് വാങ്ങാനായിട്ട് നിൽക്കരുത്. അവിടെ പറയാണ്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് കൊടുക്കുവിൻ. ഒരു വരം ലഭിക്കുക, ഒരു രോഗികളെ സൗഖ്യമാക്കുവാനുള്ള വരം, ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ടുള്ള വരം, ഇതൊക്കെ ദൈവം സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഈ വരങ്ങൾ ഉപയോഗിച്ച് പണസമ്പാദനത്തിന് വേണ്ടി ഒരിക്കലും ഈ മാർഗം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്നതെല്ലാം വളരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിലിരിക്കുന്ന സമയത്ത് ചില ചെറുപ്പക്കാരെ, ആയുള്ള സഹോദരന്മാരെ, അവരുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു സഹോദരിക്ക് ഭൂതം ബാധിക്കുകയും അതിനെ പുറത്താക്കുവാനായിട്ട് എന്നെ അവർ വിളിക്കുകയും ചെയ്തു. 2-3 ദിവസങ്ങൾ ഞാൻ ആ ചർച്ചിൽ ആ വിഷയത്തോടനുബന്ധിച്ച് പോവുകയുണ്ടായി. അങ്ങനെ അവരിലുള്ള ഭൂതത്തെ പുറത്താക്കി. എന്നാൽ സങ്കടകരമായ ഒരു കാര്യം, ഞാൻ പൈസ വാങ്ങുകയില്ല എന്ന് ആ സഹോദരന്മാർക്ക് അറിയാം. മറ്റ് പല പാസ്റ്റർമാരെ വിളിച്ചാലും വലിയ പണം കൊടുക്കണം, 5000, 3000, 2000 അങ്ങനെയൊക്കെ പണം കൊടുക്കണം. എന്നാൽ ഞാനങ്ങനെ പൈസ വാങ്ങുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. എന്നാൽ എനിക്ക് ഉണ്ടായ ഒരു സങ്കടം എന്ന് പറയുന്നത്, പണം വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് 500 രൂപ പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്, കാർ ഓടിച്ച് ഞാൻ അവിടെ ചെന്നത്. എന്നാൽ എനിക്ക് ഒരു ഗ്ലാസ് ചായ പോലും അവർ തന്നില്ല. അത് കുറച്ച് സങ്കടകരമായ ഒരു കാര്യമായി പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ, ഏകദേശം ഒരു ഉച്ച വരെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരമുണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇളവരസമായി നിനക്ക് ലഭിച്ചു, ഇളവരസമായി കൊടുക്കുക, സൗജന്യമായിട്ട് നിനക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് നീ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ഗ്ലാസ് ചായ പോലും അവർ തന്നില്ലല്ലോ, എന്നെ ഒട്ടും അവർ മാനിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം, ഒരു ദുഃഖം എനിക്കുണ്ടാകേണ്ടത്. ഞാൻ ആ സഹോദരനെ അതിനുശേഷം വിളിച്ച് പറയുകയും ചെയ്തു, ഞാൻ പണം വാങ്ങില്ല എന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ ഞാൻ വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ, ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരേണ്ട ഒരു മര്യാദ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ അവരോട് പറയേണ്ടത്. നമ്മൾ എത്രയൊക്കെയാണെങ്കിലും മനുഷ്യരായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. എന്നാൽ ഇന്ന് ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്കത് പറഞ്ഞത് ഒരു സങ്കടമായിട്ട് തോന്നുകയുണ്ടായി. കാരണം സൗജന്യമായിട്ട് ലഭിച്ച കാര്യം സൗജന്യമായിട്ട് കൊടുക്കണം, അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇതെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നത് കാണുന്നു. അത് വളരെ വേദനാജനകമായ ഒന്നാണ്. ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാതെ അത് സൗജന്യമായിട്ട് കൊടുക്കുവാൻ തക്കണം ദൈവം നമ്മെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഞാനും അതിനായിട്ട് എന്നെ തന്നെ താഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവമേ, അത് സൗജന്യമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയതാണ്. ഞങ്ങൾക്കത് പണം കൊടുത്ത് വാങ്ങുവാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് സൗജന്യമായിട്ട് കൊടുക്കുവാൻ തക്കണം ഞങ്ങളെ അങ്ങ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. രക്ഷയുടെ പക്കൽ നിന്ന് വരുന്നു വചനം കേട്ട മക്കളെയൊക്കെ ഞാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദാസന്മാരെയൊക്കെ കർത്താവ് സഹായിക്കണം. അവർക്ക് ഈ മുന്നറിയിപ്പ് അവിടുന്ന് കൊടുത്ത് അവരെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവമേശിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.